ഇന്ന് ഞാൻ വന്നിരിക്കുക ഹെൽത്തി സത്തു മഖാന ബർഫിയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ചൂട് സമയമൊക്കെ നമുക്ക് ഒത്തിരി തലകർക്കോ ക്ഷീണമോ ഒക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഇതെല്ലാം മാറി കിട്ടും കേട്ടോ. നല്ല എനർജിയോടെ നമുക്ക് ഉണ്ടാക്കാം. പിന്നെ അത് മധുരത്തിൽ നമ്മൾ ശർക്കരയോ പഞ്ചസാരയോ ഒന്നും ആഡ് ചെയ്യുന്നില്ല. നല്ല ഹെൽത്തി റെസിപ്പിയാണേ. നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ടോട്ടൽ നമുക്ക് 200 ഗ്രാം നമുക്ക് നെയ്യുടെ ആവശ്യമുണ്ട്. ഏറ്റവും ആദ്യം കടായിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് 50 ഗ്രാം അണ്ടിപ്പരിപ്പ്, 50 ഗ്രാം ബദാം, 50 ഗ്രാം നമുക്ക് വാൾനട്ട് കൊടുക്കാം. ഇതെല്ലാം നമുക്കൊന്ന് ലൈറ്റായിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ചെയ്യണം. ബ്രൗണിഷ് കളർ ആകുമ്പം 100 ഗ്രാം നമുക്ക് മസ്ക് മെലൺ സീഡ്സ് നമുക്ക് അത് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല തണുപ്പാകാം കേട്ടോ ഈ സീഡ്സ്. അപ്പോൾ ഇതുകൊണ്ട് തീർച്ചയായിട്ടും ആഡ് ചെയ്ത് കൊടുക്കണേ. നന്നായിട്ട് ഇതൊന്ന് പൊട്ടി തുടങ്ങുമ്പോൾ നമുക്കത് പാത്രത്തിലൂടെ മാറ്റാം. നമുക്കാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ പിന്നെ നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. 50 ഗ്രാം 50 ഗ്രാം ഞാനാണെങ്കിൽ മഖാന എടുത്തിട്ട് മഖാന ലോട്ടസ് സീഡ്സ് ആണേ ഇത്. അപ്പോൾ ഇത് നമുക്ക് എടുത്തിട്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിം നന്നായിട്ടും ചെയ്യാം. കയ്യിലും തൊട്ട് നോക്കണം. നമുക്ക് പൊടിച്ച് നോക്കും. പൊടിഞ്ഞ് വരുന്നുണ്ടെങ്കിൽ നമുക്കത് മാറ്റാവുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ പിന്നെ ആണെങ്കിൽ നമുക്ക് ഒരു ബ്രൗണിഷ് കളായെന്ന് തോന്നുവാണെങ്കിൽ അപ്പോൾ നമുക്കത് അന്നേരം തന്നെ മാറ്റണം കേട്ടോ. ഈ ഒരു മിക്സി ജാർ എടുക്കും. അത് നമുക്കാണെങ്കിൽ ഞാൻ ഫൈനായിട്ട് പൊടിക്കുന്നില്ല, ഇച്ചിരി തരിയത്തൂടെയാണ് പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ അപ്പം നല്ല ക്രഞ്ച് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടമെന്ന് വെച്ചാൽ അതനുസരിച്ച് ചെയ്താൽ മതി. അപ്പോൾ ഡ്രൈ നട്ട്സും ഇതുപോലെ തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഹെൽത്തി റെസിപ്പി നമ്മുടെ സ്റ്റാർ ചെയ്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്കാണെങ്കിൽ സത്തു പൗഡർ നമുക്ക് റെഡിമെയ്ഡ് മേടിക്കാനും കിട്ടും. അഥവാ മേടിക്കാൻ കിട്ടാത്തൊരു ഒത്തിരി പേര് കാണും. അപ്പോൾ ഇതുപോലെ കടലയൊക്കെ എടുത്തിട്ട് നമുക്ക് 250 ഗ്രാം റോസ്റ്റഡ് കടല എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഇത് കിട്ടുന്നില്ലെങ്കിൽ ഇതിൻ്റെ പകരം പൊട്ടുകടല കിട്ടുന്നുണ്ടെങ്കിൽ അതാണെങ്കിലും എടുത്താൽ മതി കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് 250 ഗ്രാം എടുത്തിട്ടുണ്ട്. അത് പൊടിച്ചെടുക്കുക. എന്നിട്ട് നമുക്കാണെങ്കിൽ കടായിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ആദ്യം ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇട്ട് കൊടുത്തപ്പോൾ എനിക്ക് തോന്നുന്നു നെയ്യ് കുറവാണെന്ന് തോന്നിയപ്പോൾ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ എക്സ്ട്രാ ഞാൻ അത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കാണെങ്കിൽ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒത്തിരി റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമെന്ന് വെച്ചാൽ ഓൾറെഡി ഇത് റോസ്റ്റ് ആയത് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഒത്തിരിയും ചെയ്യേണ്ട. ലൈറ്റായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ബ്രൗണിഷ് കളർ ആകുമ്പോൾ നമുക്കത് ഡെസിക്കേറ്റഡ് കോക്കനട്ട് പൗഡർ 100 ഗ്രാം നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ പകരം കൊപ്ര ഉണ്ടെങ്കിൽ അത് അതാണെങ്കിൽ ചിരകി ഇട്ട് കൊടുത്താലും മതി. തേങ്ങ ഇട്ട് കൊടുക്കല്ലേ, അല്ലെങ്കിൽ പിന്നെ പെട്ടെന്ന് കേടായി പോകാൻ ചാൻസ് കൂടുതലാണ്. ഇത് നമുക്കാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ പോപ്പി സീഡ്സ് നമുക്ക് ആഡ് ചെയ്തെടുക്കാം. ഖസ്ഖസാണ് ആഡ് ചെയ്തെടുത്തേക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. എല്ലാം നമുക്ക് മിക്സിങ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി കടായി തന്നെ വെക്കുകയാണെങ്കിൽ നല്ല ചൂടാകുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. ഈ നമുക്കാണെങ്കിൽ മധുരത്തിന് വേണ്ടി ആവശ്യത്തിന് എന്തെങ്കിലും ആഡ് ചെയ്യണ്ട. ഇതിന് പകരം നിങ്ങൾക്ക് ഡേറ്റ്സ് വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഡേറ്റ്സ് അല്ല, അതിൻ്റെ പകരം കൽക്കണ്ടമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 250 ഗ്രാം കൽക്കണ്ടം എടുത്തിട്ടുണ്ട്. കൽക്കണ്ടം തണുപ്പാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് ഇപ്പോൾ ഇത് നമ്മൾ ചൂട് സമയത്ത് ഇത് കഴിക്കുന്ന നല്ലതാണ് കേട്ടോ, ശരീരമൊക്കെ തണുക്കാനായിട്ട്. അപ്പോൾ ഇതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ നേരെ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ കുറേ സമയം പിടിക്കും ഇതായി വരാനായിട്ട്. അപ്പോൾ നമുക്ക് പൊടിച്ചിട്ട് ഇട്ട് കൊടുത്ത് 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നൂൽപ്പാകം ഒന്നും വേണ്ട, കയ്യിലൊന്ന് ഒട്ടുന്ന പാകം. ഇങ്ങനെ എണ്ണ പോലെ നമ്മുടെ കൈ ഒട്ടി കിട്ടുന്നുണ്ടെങ്കിൽ അത്രയും ആക്കിയാൽ മതി കേട്ടോ. അല്ലെങ്കിൽ ഒത്തിരി ഒരു നൂൽപ്പാകം ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബർഫിയോ ലഡു എന്ത് വേണമെങ്കിലും ഉണ്ടാക്കിയാലും അത് പിന്നെ ഭയങ്കര ടൈറ്റായി പോകും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല. സൂക്ഷിച്ച് വേണം ചെയ്യാനായിട്ട്. നന്നായിട്ട് മെൽറ്റായി നന്നായിട്ട് പതയായി വരുമ്പോഴേ നമുക്കറിയാൻ പറ്റും ഇതായിട്ടുണ്ടെന്ന്. അപ്പോൾ നമുക്കത് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്കാണെങ്കിൽ ഒരു 5-6 ഏലയ്ക്ക അതും കൂടെ പൊടിച്ച് അതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കാണെങ്കിൽ കൽക്കണ്ടം സിറപ്പില്ല, അത് നമുക്ക് അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ ബർഫിയാന്നേ ഉണ്ടാക്കി, നിങ്ങൾ ലഡു ഉണ്ടാക്കണമെങ്കിൽ ലഡു ആയിട്ട് ഉണ്ടാക്കാം. ഞാനിപ്പോൾ ആണെങ്കിൽ ബർഫി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഏത് ട്രേ നമുക്ക് സെറ്റ് ആക്കേണ്ടതെന്ന് വെച്ചാൽ ആ ട്രേയിലോട്ട് കുറച്ച് നെയ്യൊക്കെ തടവി കൊടുക്കണേ. എന്നിട്ട് നമുക്ക് വേണം ഇത് അതിനകത്ത് വെച്ച് കൊടുക്കാനായിട്ട്. ഇത് ചെറുതായിട്ട് ചൂടായിരിക്കും തന്നെ പീസാക്കണം കേട്ടോ. അല്ലെങ്കിൽ പിന്നെ അത് ആവത്തില്ല, അത് ആവാൻ പാടായിരിക്കും. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ. ബൈ ഫ്രണ്ട്സ്.